അഡ്വൈസറെ പറഞ്ഞേട്ടെ. ഇതുപോലുള്ള വക്കീൽമാർക്കൊന്നും നമ്മുടെ കേസ് ചെയ്യാൻ പറ്റില്ലടോ. കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന വക്കീൽമാരെ നമ്മൾ എവിടെന്നെങ്കിലും കണ്ടെത്തണം. അല്ല, അത് പിന്നെ ജാസിമിനെ പോലെയുള്ള മോശമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് അത്ര നല്ലതല്ല സാറേ. അത് ഇരുതല മൂർച്ചയുള്ള വാളാ. അത് നിങ്ങൾ രണ്ടുപേർക്കും പ്രശ്നമാവും. ഞാനിപ്പോ കൂട്ടിക്കൊണ്ടുവന്ന വക്കീലന്മാരില്ലേ, അവർക്ക് കോടതി നല്ല പിടിപാടാ. പക്ഷെ അവരുടെ വാക്കുകൾക്കൊന്നും അത്ര പവറിലിടോ, ഒരു കിക്കില്ല. ഇല്ലില്ല, അങ്ങനെ വിചാരിക്കരുത് സാറേ. പുറത്തോട്ട് ഇറങ്ങിയാൽ നമുക്ക് ധാരാളം വക്കീലന്മാരെ കിട്ടും. ഇനി ആവശ്യമുണ്ടെങ്കിൽ 1000 വക്കീലന്മാരെ ഞാൻ ഇവിടെ എത്തിക്കാം. അതോർത്ത് സാറ് വിഷമിക്കണ്ട. ആ ഫുഡൊക്കെ എടുത്തങ്ങ് മാറ്റി വെച്ചേക്കണം. എന്നിട്ട് എല്ലാം വൃത്തിയാക്കണം മര്യാദയ്ക്ക്. ദേ ആ ഭാഗം വിട്ടുപോകരുത്, മനസ്സിലായല്ലോ? അല്ല, നിങ്ങളൊക്കെ കൂടി ഇതെങ്ങോട്ടേ പോകുന്നേ? മീൻ പിടിക്കാൻ തന്നെയാ. നിങ്ങൾക്ക് എന്റെ ഈ തടാകം അങ്ങ് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, നല്ല കുളവാ. കണ്ടിട്ട് വലിയ മീനൊക്കെ ഉണ്ടോ? മീനുണ്ടോന്നോ? എത്ര വലിയ മീനുകളാ ഇതിനകത്ത് ഉള്ളതെന്ന് അറിയോ? എടാ നോക്ക്, സാറന്മാര് വലിയ മീനുകളെ പിടിച്ചോണ്ട് പോകാൻ വന്നതാ. അവരെവിടെ പോയിരുന്നാലും അവർക്ക് ഇരിക്കാൻ ഒരു തടി കൊണ്ടുള്ള ബെഞ്ചും പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള കൊടയും കൊടുക്ക്. വെയില് കൊള്ളണ്ട. ഞാനത് ഏർപ്പാടാക്കാം, നിങ്ങൾ വിഷമിക്കണ്ടെന്നേ. എന്റെ സമ്മതത്തോടെ മീൻ പിടിച്ചാലും ഒരു ത്രില്ല് കിട്ടില്ല. വാ പോവാ. ഞാൻ അവന്മാർക്ക് ഒരു സഹായം ചെയ്യാന്ന് കരുതിയപ്പോ അവന്മാർക്ക് വേണ്ടത്ര. ശരിയാ, പോയ എന്തേലും കാണിക്ക്. ആ സാർ എത്തിയല്ലോ, വന്നട്ടെ. ഹലോ സർ. ഇരിക്കെ. നിങ്ങളോടൊന്നും ഇങ്ങോട്ട് വരാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്താ പെട്ടെന്ന് പറയാതെ ഇങ്ങോട്ട്? അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ അനിയനും വളരെ ഫ്രണ്ട്ലി ആയിട്ട് കേസ് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ശത്രുതയും കാണില്ല. അത് തന്നെ. നിങ്ങളുടെ കേസിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കേസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അഡ്വൈസറെ, നമ്മുടെ വക്കീലന്മാർക്ക് സ്വീറ്റ്സ് എടുത്ത് കൊടുക്കണോ? ശരിയാ, ഇവര് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പൊ നമുക്ക് ഒരുപാട് ജോലിയുണ്ട് സാറേ. ഒരുപാട് ജോലിയോ? നിങ്ങൾ നാളെ രാവിലെ കോർട്ടിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് ലൈല മേഡം ആയിരിക്കും. ഞാൻ പിന്നെ നാദിർ സാറിന് വേണ്ടി വാദിക്കാം. നിങ്ങൾക്ക് കൺവീനിയന്റ് ഒരു കാര്യം ഞങ്ങൾക്ക് ഇൻകൺവീനിയന്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഉറപ്പായും. പക്ഷേ എന്താ കേസ്? അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ രാത്രിക്കുള്ളിൽ എന്താണെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു വെക്കാം. ഈ റേപ്പ് ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ, അത്ര ചീപ്പ് പരിപാടി ഒന്നും വേണ്ട. വാടോ, വാ വാ. അഡ്വൈസറെ സാറേ, ആരെങ്കിലും വിളിക്കേ. എല്ലാവരും ഒന്ന് പുറത്തേക്ക് വിളിക്കടോ. ശരി. നാദിർ സാറേ. എടോ, തന്റെ വാ തുറന്ന് ഉച്ചത്തിൽ വിളിക്കടോ. നാദിർ സാറേ. എന്തോ ചേട്ടാ, എന്താ പറ്റിയത്? സ്വീറ്റോ? എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ? വളരെ വലിയ ഗുഡ് ന്യൂസാ. ആദ്യം സ്വീറ്റ്സ് കഴിക്കേ, പിന്നീട് എല്ലാ കാര്യവും പറയാം. എടോ അഡ്വൈസറെ, വായി നോക്കി നിൽക്കാതെ ആ സ്വീറ്റ്സ് കൊടുക്കണോ. സന്തോഷമായി. ഞാൻ 2 എടുത്ത കുഴപ്പമുണ്ടോ? എന്തിനു രണ്ടാക്കണേ? 5 എടുത്തോ. സാറേ, സാറേ എന്താ സംഭവം? വക്കീൽമാരെ കേസെടുക്കാൻ തയ്യാറായി. ഇതിനേക്കാൾ സന്തോഷമുള്ള കാര്യം വേറെ ഉള്ളതുണ്ടോ? ദൈവത്തിന് നന്ദി. ഏത് കേസിനെ കുറിച്ചാ പറയുന്നേ? ഞങ്ങള് ചേട്ടന്മാര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കേസ് കൊടുക്കാൻ പോവാ. എന്താ ഇതൊക്കെ? എന്തിനാ നിങ്ങൾ ഈ പണിക്കൊക്കെ പോകുന്നേ? പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, കേസ് നടത്താൻ തീരുമാനിച്ചല്ലേ. അല്ലെങ്കില് ശരിക്കും ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ പോവാ? കൊടുക്കാതെ പിന്നെ നോക്ക്, നല്ല പേര് കേട്ട വക്കീലന്മാരാ നമുക്ക് രണ്ടുപേർക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത്. ഇതൊരു അടിപൊളി ഫൈറ്റ് ആയിരിക്കും. ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടത്. സ്വീറ്റ് അല്ല കഴിക്കേണ്ടത്. ദാ പിടിച്ചോ. മോളെ കാസല, ഇവളൊരു കാര്യം. എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ഞങ്ങളുടെ തലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. മുഖം വിറപ്പിച്ച് അങ്ങനെ നിക്കണ്ട, അത് അപശകനമാ. നിങ്ങൾ ഈ വീട്ടിലെ ഭാര്യയല്ലേ, ഒന്ന് ചിരിച്ചോണ്ട് നിൽക്ക്. ചിരിക്കൂ മാഡം, ചിരിക്കൂ. ഇനി ഇവിടെ നിന്നാലേ എനിക്കും കൂടെ ഭ്രാന്ത് പിടിച്ചെന്നിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവാ. ധനിയ, വക്കീലന്മാര് നമ്മൾ രണ്ടുപേരോടും കോർട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ സഹോദരനല്ലേ, എന്റെ ദൈവ നിങ്ങള്. അതുകൊണ്ട് സീനിയറായ നിങ്ങൾ തന്നെ കേസ് തുടങ്ങി വെക്കേ.
സാറേ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാ. എന്തൊരു മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത്. വലിയ സാറേ, നിങ്ങൾ ദൈവത്തിന്റെ പേരും പറഞ്ഞേ ഞങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുത്തരെ. ഇത് പിടിച്ചേ പിടിച്ചേ. വാ വാ. എടോ അഡ്വൈസറെ, സാറേ എന്റെ ഹൃദയം പടപടാന്ന് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാ സാറേ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നേ? നിങ്ങൾ എന്താ ക്രിമിനലാണോ? ഇങ്ങോട്ട് വന്നട്ടെ. അത് ശരിയാ, അത് ശരിയാ. വന്നട്ടെ സാറേ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു കോടതിയിലേക്ക് വരുന്നത്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതൊരു തുടക്കം മാത്രമല്ലേ, പിന്നീട് എല്ലാം അങ്ങ് ശീലമായിക്കോളും. അല്ല, താൻ പറഞ്ഞ തന്റെ പവർഫുൾ ലോയേഴ്സ് എവിടെ? ആരും ഇവിടെ കാണുന്നില്ലല്ലോ. അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെ എവിടെ? എവിടെ? അതോ രണ്ടുപേരും വരുന്നുണ്ട്. മാഡം സാറ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. എന്താ സാറേ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോർട്ടിലേക്ക് കയറി വരുന്നേ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിയർക്കുന്നുണ്ട്. അത് വളരെ നീ നാച്ചുറൽ ആണ്. പ്രിപ്പയർ ചെയ്ത കേസിനെ പറ്റി പറഞ്ഞു കൊടുക്ക്, വേഗം വേണം. ഇതൊരു ക്രിമിനൽ കേസാണ്. സെക്ഷൻ 427. അല്ലല്ല, എന്റെ സഹോദരൻ ക്രിമിനലൊന്നല്ല. ഇല്ല, അദ്ദേഹം ക്രിമിനലൊന്നുമല്ല, വെറുതെ ക്രിമിനൽ എന്ന് പറയാ. എന്നുവെച്ചാ അവൻ ഏത് തരത്തിലുള്ള ഫോൾസ് ക്രിമിനലാണെന്ന് നിങ്ങൾ പറഞ്ഞു വരുന്നത്? പശുക്കളും കോഴികളും ആടുകളും ഒക്കെ നാദർ സാറിന് സ്വന്തമായിട്ടുള്ളതല്ലേ? അതെല്ലാം കൂടി ഖാദർ സാറിന്റെ പ്രോപ്പർട്ടി കയറി നശിപ്പിച്ചു എന്ന് പരാതി കൊടുക്കാം. അതുകൊണ്ടാണ് സെഷൻ 427 ചാർജ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ആടും കോഴിയും താറാവും പശുവൊന്നുമില്ലാതെ സീരിയസ് ആയിട്ട് ഒന്നുമില്ലേ? കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും? അല്ലല്ല, ഇത് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യാം, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കേസ് നടക്കുകയും ചെയ്യും, നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുമില്ല. അടുത്ത കേസ് ഇതുപോലെ ഒന്നും ആയിരിക്കരുത്, നല്ല പവർഫുൾ ആയിരിക്കണം കേട്ടോ. ഓ, താൻ പാടും. അപ്പൊ ശരി. സാറേ സാറേ, അച്ഛാ, നിങ്ങൾ തമ്മിൽ എന്നാ ഇത് തുടങ്ങിയത്? എന്ത് തുടങ്ങിയെന്നാ? അതിനിപ്പോ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? കോർട്ട് കേസ് എന്നൊക്കെ പറഞ്ഞ് നടന്ന ആകെ പ്രശ്നവും പറഞ്ഞേക്കാം. റിസൾട്ടും ജഡ്ജ്മെന്റ് ഒക്കെ വളരെ മോശമായിരിക്കും. നിങ്ങൾ അനിയനും ചേട്ടൻ ആ കാര്യം മനസ്സിലാവുന്നില്ല. അത് നമ്മുടെ ഫാമിലി തന്നെ നശിപ്പിച്ചേക്കും. അല്ല, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ നീ ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നീ ചെല്ലുമോളെ, ചെന്ന് സന്തോഷമായിരിക്കേ, കളിച്ചും ചിരിച്ചുമൊക്കെ ഇരിക്കേ. അച്ഛാ, ഞാൻ അച്ഛനെ വോൺ ചെയ്യാ. നമ്മുടെ സന്തോഷം നിറഞ്ഞ ഈ വീട് ഒരിക്കലും വിഷം നിറഞ്ഞതാവരുത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കേയില്ല. നീ എന്തിനാ ആവശ്യമില്ലാതെ പേടിക്കുന്നേ? നീ പറയുന്ന പോലെ ഞാൻ ആരെയും വേദനിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, മണ്ടി. നീ ചെല്ലുമോളെ. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. ഷടാ, എന്നെ ഇതിനെങ്ങനെ വഴി തടയുന്നേ? നിങ്ങൾ കേസ് കൊടുത്തതല്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഹലോ, നീ ഇതിപ്പോ ആരോടെ സംസാരിക്കുന്നേ? നിന്നോട് തന്നെയാ, നിന്നോട്. നീ ശത്രുക്കളുടെ ആളാ. ഞങ്ങളുടെ ബോർഡറിൽ മേലാൽ ഇനി നിന്നെ കണ്ടുപോരുത്. പൊയ്ക്കോ. എന്റെ ദൈവമേ, നിന്റെ ദേഹത്ത് വല്ല ചെകുത്താനും കയറിയോ? നീ ആദ്യം മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടെ. ചിലപ്പോ വല്ല ചെകുത്താനും അങ്ങനെ കയറിയായിരിക്കും. അതാദ്യം കെട്ടിവെക്ക്, അല്ലെങ്കിൽ നീ ഇങ്ങനെ പിച്ചുമ്പയും പറഞ്ഞോണ്ടിരിക്കും. ഞാൻ എന്റെ തല മൊട്ടയടിച്ചാലും ഒരു മാറ്റവും സംഭവിക്കില്ല. ചെകുത്താൻ കയറിയത് എന്റെ മുടിയിലല്ല, നിന്റെ അച്ഛന്റെ തലയിലാ. ഇവക്കിത് എന്താ സംഭവിച്ചത്? നിന്റെ ഹൈറ്റ് ഒരു 5 അടി കാണുമായിരിക്കും, പക്ഷെ നീ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ, അതൊരു 500 അടി കാണും. ഞാനിങ്ങനെ ഷോക്കായെന്ന് മാത്രമല്ല, എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞാനത് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. അപ്പോ നീ എന്റെ അച്ഛനെ കുറിച്ചാണ് സംസാരിച്ചത്? എടി തവളക്കണ്ണി, എന്താ എന്താ ഇവിടെ പ്രശ്നം? ഈ ശത്രു നമ്മുടെ വീട്ടിൽ കയറി വരാൻ ശ്രമിക്കുന്നു. ഓ കണ്ടോ ആന്റി, നിങ്ങളുടെ മോളുടെ ദേഹത്തെ ഏതോ ചെകുത്താൻ കയറിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. പിന്നെ ഞാൻ എപ്പോഴാ നിങ്ങളുടെ ശത്രു ആയത്? നിന്റെ അച്ഛൻ കേസ് ഫയൽ ചെയ്തിരിക്കുക. ആർക്കെതിരെ? എന്റെ അച്ഛനെതിരെ. എന്റെ ദൈവമേ, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വട്ടായെന്നാ. കുട്ടിച്ചാത്ത നിങ്ങളുടെ എല്ലാവരുടെയും ദേഹത്തുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങള് പറയുന്ന സത്യമാ. അവർക്ക് തലയ്ക്ക് വട്ടുപിടിച്ചിരിക്കുക.
നിന്റെ അച്ഛൻ വന്ന് ഞങ്ങൾക്ക് സ്വീറ്റ് തന്നു, കേസ് കൊടുത്തു എന്നും പറഞ്ഞ്. എന്തായി പറയുന്നത്? ഒരു കേസ് അയക്കുന്നത് എക്സാം എഴുതി പാസ്സാവുന്നത് പോലെയാണോ? ആരുടെ വീട്ടിലെ ചെകുത്താൻ കയറിയെന്ന് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, പിടികിട്ടും. ഓ ഇപ്പൊ തന്നെ എന്റെ തലയാകെ പെരുത്ത് കയറുമോ? നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണോ ആന്റി? അതെ മോനെ, നിന്റെ അച്ഛന്റെ ആ അഡ്വൈസറിനോടൊന്ന് ചോദിച്ചു നോക്ക്. അയാൾ ഇതിനെല്ലാം കൂടെ ഉണ്ടായിരുന്നു.